ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2-3 മുതൽ ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം 4-3 വരെ സപ്തമിയാണ്. അപ്പോൾ ഫെബ്രുവരി 2-ാം തീയതി ഉദയത്തിന് സപ്തമിയാണ്. ആ സപ്തമിക്ക് പറയുന്ന പേരാണ് സൂര്യജയന്തി അല്ലെങ്കിൽ ഭാനു സപ്തമി. ഭാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ സൂര്യഭഗവാന് വളരെ പ്രാധാന്യമുള്ള ഒരു സപ്തമിയാണ് വരാൻ പോകുന്നത്. അന്നത്തെ ദിവസം നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മനുഷ്യർ, അതായത് കടങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്കൊക്കെ ഒരാശ്വാസം ലഭിക്കുന്നത് ഈ ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ വീട് വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, സ്ഥലം മേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, കടം തീർക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, ലോണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ, അതായത് സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം തീർക്കുന്നതിനായിട്ട് അന്നത്തെ ദിവസം ഭഗവാനെ വിളിച്ച് സൂര്യഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇനി ഞാനൊരു നാമം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് സൂര്യ അഷ്ടോത്തര ശതനാമാവലിക്കകത്ത് 23-ാമത്തെ ആ ഒരു ഭാഗമാണ്, ആ ഒരു വാക്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഓം വസുപ്രദായ നമ, ഓം വസുപ്രദായ നമ, ഓം വസുപ്രദായ നമ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം. അക്ഷരപ്പശവ് കൂടാതെ ജപിക്കാം. ഇത് അതിരാവിലെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ വേണമെന്നാണ് പറയുന്നത്. അത് പൊതുവായിട്ട് പല സ്ഥലങ്ങളിലും സൂര്യോദയം കണക്കാക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. എങ്കിലും നമുക്ക് പൊതുവായി ഒരു സമയം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കും 5:30ക്കും ഇടയ്ക്കുള്ള സമയം. അപ്പോൾ പൊതുവായി ഏകദേശം ആ സമയത്ത് തന്നെ എല്ലായിടത്തും വരും. 5 മണിക്കും 5:30ക്കും ഇടയ്ക്കുള്ള സമയം നിങ്ങൾക്ക് ചെയ്യാം. 4 മണി 3:30 മുതൽ ബ്രഹ്മമുഹൂർത്തം തുടങ്ങും പല സ്ഥലങ്ങളിലും. നമ്മുടെ നോർമൽ ഭാരതത്തിലൊക്കെ അങ്ങനെ തുടങ്ങാറുണ്ട്. ഓരോ ദിവസവും ഉദയം വ്യത്യാസപ്പെടും. അപ്പോൾ ഓരോ ദിവസവും വ്യത്യാസമാണ് ബ്രഹ്മമുഹൂർത്തം സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ പൊതുവായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുക, ഒരു 4-നും 5:30ക്കും ഇടയ്ക്കുള്ള സമയം. ആ സമയത്ത് വെളുപ്പിനെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം. ഒന്നുകിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മുറ്റത്ത് ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാം, കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാനെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണം. ഓം വസുപ്രദായ നമ എന്ന് 108 തവണ ജപിക്കാം. ഇനി ജപമാലയൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഈ സമയത്ത് നമ്മുടെ മുറിക്കകത്തിരുന്ന് 10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ 10 മിനിറ്റ് ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ നാമം ജപിക്കാം. അപ്പോൾ കൈകൊണ്ട് എണ്ണി ജപിക്കുമ്പോൾ നമ്മൾ ആ എണ്ണലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ വരില്ല, കൈകൊണ്ടുള്ള എണ്ണലിനായിരിക്കും കൂടുതൽ ശ്രദ്ധ വരുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ജപമാല ഉപയോഗിച്ച് ജപിക്കുക, അതല്ലെങ്കിൽ ജപമാല ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ നാമം ജപിക്കാം. ഇതെപ്പോഴൊക്കെയാണ് ജപിക്കേണ്ടത്? നാളെ സപ്തമി സൂര്യജയന്തിയാണ്. നാളെ മുതൽ ജപിച്ചു തുടങ്ങാം. ആർക്കൊക്കെ ജപിക്കാം? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കയ്യിലുള്ള സമ്പത്തുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ, അവർക്കൊക്കെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതാണ് പൊതുവായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഈ നാമം ഓം വസുപ്രദായ നമ എന്ന നാമം 108 തവണ അതിരാവിലെ നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം. അതെത്ര ദിവസം ജപിക്കണം? നമ്മളൊരു അടുപ്പിച്ചങ്ങ് ജപിക്കണം. കുറച്ച് നാളത്തേക്ക് എല്ലാ ദിവസവും ജപിക്കണം. നമ്മളിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുന്നത് വരെ ഇതങ്ങ് ജപിച്ചുകൊണ്ടിരിക്കുക. കുറച്ചങ്ങോട്ട് ജപിച്ച് കഴിയുമ്പം തന്നെ നമുക്കുണ്ടായിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ അഴിഞ്ഞഴിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ജപിച്ചത് കൊണ്ട് ഇത് മാറില്ല. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു പനി വന്നു, ഒരു ദിവസം മരുന്ന് കഴിച്ചാലൊന്നും പനി മാറില്ല. അതുപോലെ പനി മാറുന്നിടം വരെ മരുന്ന് കഴിക്കും നമ്മൾ. അതുപോലെ ഈ ഒരു മന്ത്രത്തിന് വലിയ സവിശേഷമായ പ്രാധാന്യമുണ്ട്.
സൂര്യനും നാരായണനും മഹാലക്ഷ്മിയും ചേർന്ന ഒരു മന്ത്രമാണ്. സൂര്യഭഗവാനും മഹാലക്ഷ്മിയും ഭഗവാൻ നാരായണനും ചേർന്ന് ഒരുപോലെ വരുന്ന ഒരു മന്ത്രമാണ് ഓം വസുപ്രദായ നമ എന്ന മന്ത്രം. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയും പ്രദാനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഭക്തിയോടെ നിത്യവും ജപിക്കുക. ഈ സപ്തമി മുതൽ അങ്ങോട്ട് ജപിച്ചു തുടങ്ങുക. ഇനി ഈ വെളുപ്പിനെ നമുക്ക് ജപിക്കാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കാൻ താമസിച്ചു പോയി, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നെങ്കിൽ കുറച്ചും കൂടെ താമസിച്ചിട്ടായാലും ജപം മുടക്കരുത്. വൈകുന്നേരം അല്ല ജപിക്കേണ്ടത്, രാവിലെയാണ് ജപിക്കേണ്ടത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി രാവിലെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ സൂര്യ അസ്തമയത്തിന് മുമ്പ് ജപിക്കണം. സൂര്യ അസ്തമയത്തിന് ശേഷം ജപിക്കരുത്, സൂര്യ അസ്തമയത്തിന് മുമ്പ് ഇത് ജപിക്കണം. അതൊരു എക്സെപ്ഷണൽ കേസാണ്. പരമാവധി രാവിലെ തന്നെ ജപിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ മുടക്കാതെ അങ്ങ് ജപിച്ചു പോവുക. ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല, ജപം മുടക്കരുത്. 108 തവണ എണ്ണി ജപിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം? 10 മിനിറ്റ് അലാറം വെച്ചിട്ട് ജപിക്കാം. ഒരു നിരന്തരം അങ്ങോട്ട് ജപിച്ചു പൊക്കോളൂ. അതിൻ്റെ ഫലം നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റും. കുറേശ്ശെ നമ്മുടെ ആ പ്രശ്നങ്ങൾ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നാളെ സപ്തമി ദിവസം. ഈ സപ്തമി ദിവസത്തിന് ഭാനു സപ്തമി എന്ന മറ്റൊരു പേരുണ്ട്, സൂര്യ ജയന്തി എന്ന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ അത് വളരെ നല്ലതാണ് ഒരു കാര്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നാളെ മുതൽ ഈ പ്രാർത്ഥന ജപിച്ചു തുടങ്ങിക്കോളൂ. സപ്തമി വളരെ വിശേഷമാണ്. സപ്തമി തിഥിയിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ വളരെ സമർത്ഥന്മാരായിരിക്കും. സ്വന്തം അധ്വാനത്തിൽ അവർ ഉന്നതങ്ങൾ നേടും, ഉന്നതത്തിലേക്ക് അവരെത്തും. സ്വന്തം അധ്വാനത്തിലാണ് അവർ ഉന്നതത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. സൂര്യഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരായിരിക്കും ഈ സപ്തമി ദിവസം ജനിക്കുന്നത്. അതുകൊണ്ട് സപ്തമി തിഥിയിലെ പ്രാർത്ഥന മുടക്കാതിരിക്കുക. സപ്തമി തിഥിയിൽ തുടങ്ങി അങ്ങോട്ട് കണ്ടിന്യൂസ് ജപിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറയാം, ഓം വസുപ്രദായ നമ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും ഈ മന്ത്രം ജപിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ അർത്ഥസഹിതം പറഞ്ഞിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം പോയി കാണണം. കാരണം ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ കൃത്യമായി അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഗീതാ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ ഇതിനു മുമ്പ് ഗീതാ ക്ലാസ് ഇട്ടിരുന്നു, പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് കണ്ടുള്ളൂ. സാധാരണ ഒരു വീഡിയോ ഇടുന്നതിനേക്കാൾ ഒരുപാട് പ്രയാസമാണ് ഒരു ഗീതാ ക്ലാസ്സിൻ്റെ വീഡിയോ ഇടാൻ. കാരണം അതെല്ലാം എഴുതി ഇട്ട് വേണം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട്. അതുകൊണ്ട് കാണാൻ ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ പറയുക. അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഗീതാ ക്ലാസ് ഇടാം. പണ്ടിട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക, ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ഏകാദശി വരുന്നുണ്ട്, ഏകാദശിക്ക് വേണ്ടി തയ്യാറെടുക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.